അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ്സിലെ തസ്കിയ 5ാമത്തെ പാഠം ദവാഉൽ ഖൽബ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അർത്ഥം ഇവിടെ എഴുതിയതുകൊണ്ട് വല്ലാണ്ട് വിശദീകരിക്കേണ്ടി വരില്ല. ലിസലാമത്തി ദുനിയാ ഖിസാലുൻ അർബഉ ഗഫറുൻ ലിജഹ്ലിൽ ഖൗമി മൻഉക തജ്ഹലാ. ഇഹലോക ജീവിതത്തിലെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും 4 ഗുണങ്ങളുണ്ട്. ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അവിവേകങ്ങൾ പൊറുക്കലും. നീ ആരോടും അവിവേകം കാണിക്കാതിരിക്കാൻ നിന്നെ തന്നെ തടയലുമാണ്. അപ്പോൾ 2 ആയില്ലേ? 2 ആയി. ഇപ്പോൾ ചെറിയ തെറ്റുണ്ട്, ഭാഗം അടിച്ചുണ്ടാക്കുമ്പോഴേ. അപ്പോൾ 2 ആയിട്ടോ. ഇനി 3ാമത്തെ പോലെ വതകൂന മിൻ സൈബിൽ അനാസി ആസിയ വലിസൈബി നഫ്സിക ലിൽ അനാസി ബാദില. ഇനി 3ഉം 4ഉം. വതകൂന മിൻ സൈബിൽ അനാസി ആസിയ, മറ്റു മനുഷ്യരുടെ പക്കലുള്ള ധനത്തിലോ സഹായങ്ങളിലോ നീ ഒട്ടും പ്രതീക്ഷ വെക്കാതിരിക്കുക. ജനങ്ങളടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ കിട്ടിയെങ്കിൽ ആഗ്രഹിക്കാണ്ട് എന്നോട് വെറുപ്പാവും ആൾക്കാർക്ക്. വലിസൈബി നഫ്സിക ലിൽ അനാസി ബാദില, നിന്റെ പക്കലുള്ള നന്മകളെയും സഹായങ്ങളെയും മറ്റുള്ളവർക്ക് ഉദാരമായി നൽകലുമാണ്. 4 ആൾക്കാർ ചോദിച്ചാൽ അപ്പം കൊടുക്കുക, ചോദിക്കാതെയും കൊടുക്കുക. അപ്പോൾ അവർക്ക് എന്നോട് വലിയ ഇഷ്ടവും. അന്നാരൊന്നും പറയില്ല. ഇത് ചോദിക്കാൻ പോയാലോ അന്നെങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കുക. എന്തായാലും എങ്ങനെ എപ്പോഴും അയച്ചെങ്ങാണ്ട് ചോദിച്ചെങ്ങാണ്ട് എപ്പോഴും കഷ്ടപ്പാടാണ് എന്നോട്. അപ്പോൾ 4 ആയില്ലേ? ഹഫിദ് അലാ സുനനിൻ വആദാബിൻ നതത് മഅ്സൂറതൻ അൻ ഖൈരി മൻ ജാ മുർസലാ. حافظ على سنن وآداب نتت مأثورة عن خير من جاء مرسلا. പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ടവരിൽ വച്ച് ഏറ്റവും ഉത്തമരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ചര്യകളും ഉത്തമ മാതൃകളെയും നീ കാത്തു സൂക്ഷിക്കുക. ഹാഫിദ്, കാത്തു സൂക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കി അത് ചെയ്യുക, ചര്യ മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ അന്നോർക്കും വെറുപ്പുണ്ടാവില്ല. അന്നെല്ലാവർക്കും ഇഷ്ടീകാരം, അന്നെല്ലാവരും ആദരിക്കുകയും ചെയ്യും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാകാൻ എന്ത് ചെയ്താൽ മതി? ഈ മേൽ പറയപ്പെട്ട 4 കാര്യം ഉണ്ടാകാനും ഇത് ചെയ്താൽ മതി. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് കരുതി കൊണ്ടിടക്കുക. ഇതിലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മലാ. കാരണം സർവഗുണസമ്പൂർണനായ പ്രവാചകനെ പിൻപറ്റുക എന്നതല്ലാതെ അള്ളാഹുവിലേക്കുള്ള വഴി കാട്ടിത്തരുന്ന മറ്റൊരു മാർഗ മാതൃക മാർഗദർശിയുമില്ല. വയസ്സായി ബന്ധുക്കളെ എത്രയായി കണ്ണ് കണ്ടത് ഇങ്ങനെ നോക്കണം സ്ക്രീനുമൊക്കെ. മാർഗദർശിയുമില്ല. ദലീല പറഞ്ഞ മാർഗദർശി കേട്ടോ. ഇതില ദലീല, മാർഗദർശിയുമില്ല.
നമ്മളൊക്കെ തെളിവില്ലാതെ പഠിച്ചതാണ്. ഇപ്പൊക്കെ മാറിയില്ല, കാലം മാറിയില്ല, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അപ്പോൾ സർവഗുണസമ്പൂർണനായ പ്രവാചകനെ പിൻപറ്റുക എന്നതല്ലാതെ അള്ളാഹുവിലേക്കുള്ള വഴി കാട്ടിത്തരുന്ന മറ്റൊരു മാർഗദർശിയുമില്ല. പിന്നെ നീ വല്ല വാർത്താന ഇനി ആർക്കെങ്കിലും പൂതിയുണ്ടോ നല്ല മനസ്സുണ്ടാക്കണമെന്ന്? നല്ലൊരു മനസ്സുണ്ടായി കിട്ടിയെങ്കിൽ പഠിച്ചോനേന്ന് ആഗ്രഹമുണ്ടോ? ഈ 5 കാര്യം ചെയ്തോ. നിങ്ങളെപ്പോലത്തെ ശുദ്ധമുള്ള മനസ്സുള്ള ദുന്യാവിൽ വേറെ ഉണ്ടാവില്ല. അതുപോലെ തോരല്ലാണ്ട് وَدَوَاءُ قَلْبٍ خَمْسَةٌ فَتِلَاوَةٌ بِتَدَبُّرِ الْمَعْنَى وَلِلْبَطْنِ الْخَلَاء. വദവാഉ ഖൽബ്, ദവാ പറഞ്ഞാൽ മരുന്ന്, ഖൽബ് പറഞ്ഞാൽ ഹൃദയം. ഹൃദയത്തിൻ്റെ മരുന്ന് 5 ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്ക് മരുന്ന് 5 കാര്യങ്ങളാണ്. ഫതിലാവത്തും ബിതദബ്ബുരിൽ മഅനാ വലിൽബത്തുനിൽ ഖലാ. രണ്ടും വേറെ അങ്ങനെയും പോകാം. ഫതിലാവത്തും ബിതദബ്ബുരിൽ മഅനാ പിടിച്ചില്ലേ? എന്നാൽ പിന്നെ എന്ത് ചെയ്തോളൂ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. 5 കൊട്ടിക്കോളൂ. ഇപ്പോഴത്തെ കാലമൊക്കെ സുഖമുള്ള കാലമാണ്. ഇപ്പം ഞങ്ങളെ കാലം മരിക്കല്ല. ഇപ്പോഴൊക്കെ എന്ത് സുഖം പഠിക്കണമെങ്കിൽ. ഫതിലാവത്തും ബിതദബ്ബുരിൽ മഅന, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യലും. വലിൽബത്തുനിൽ ഖലാ, വലിൽബത്തുനിൽ ഖലാ, അമിതമായി ആഹാരം കഴിക്കാതെ വയറ് ഒഴിച്ചിടലുമാണ്. നല്ലോണം തിന്നാൽ പിന്നെ ഒന്നിനും വയ്ക്കൂല, അലസത ഉണ്ടാവും, ഹൃദയം കറുത്തു പോകും, പല ദോഷവും വയറ് നിറച്ചാണ്ട്. അല്ലാഹു ആക്കട്ടെ. പിന്നെ രണ്ടായിരപ്പോൾ ഖിയാമുലൈലിൻ, രാത്രികാലങ്ങൾ ഉണർന്ന് നമസ്കരിക്കലാണ്. രാത്രി ഇങ്ങനെ ആളുകളൊക്കെ ഉറങ്ങുമ്പോൾ ആരും കാണാതങ്ങൾ നിന്ന് നിസ്കരിക്കുക. പ്രഭാതത്തിന് മുമ്പുള്ള അത്തായ സമയങ്ങളിൽ വിനയത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലുമാണ്. തളറു കാരണം വിനയത്തോടെ പ്രാർത്ഥിക്കുക. സഹർ കാരണം അത്തായ സമയം, നേരം വെളുക്കുന്നതിന് മുമ്പുള്ള സമയം. എല്ലാവരും ഉറക്കിൻ്റെ മൂർച്ചയിൽ ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയം. അവിടെ എണീറ്റുകൊണ്ട് റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് ആരാധനയിൽ ഏർപ്പെട്ടുകൊണ്ട് കരയുക, പറഞ്ഞ് പ്രാർത്ഥിക്കുക, വിനയത്തോടെ പ്രാർത്ഥിക്കുക. പിന്നെ 5-ാമത്തത് മുജാലസ്വാതു വമുജാലസാതു സ്വാലിഹീനൽ ഫുളലാ, പുണ്യവാന്മാരും സൽസ്വഭാവികളുമായ പണ്ഡിതന്മാരോടൊപ്പം സദസ്സിലിരിക്കലുമാണ്. നല്ല സദസ്സുണ്ടോ അവിടെ പോയിരുന്നോ, നിന്റെ ഹൃദയം അങ്ങ് ശുദ്ധിയായി കിട്ടും. ചാരിയാൽ ചാരിയത് മണക്കുമെന്നല്ലേ പഴമൊഴിയുള്ളത്. നല്ലവർ പറയുന്ന സ്ഥലത്ത് പോയിരുന്നാൽ അവർ നാവിൽ നിന്ന് നല്ലത് കേൾക്കുമ്പോൾ നിന്റെ ഹൃദയം അങ്ങ് ശുദ്ധിയായി വരുന്നതാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് സർവ്വപാപങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യവും ആഫിയത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മ ശക്തി തരണേ അല്ലാഹ്. നല്ലവരാക്കണേ അല്ലാഹ്. ആഖിറുസ്സമാനാണ്. ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തല്ല റബ്ബേ. മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ഒരാളെയും ഞങ്ങളെ കുടുംബത്തെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.